ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്ഭുതകരമായിട്ട് ദൈവം രക്ഷിച്ച ഒരുപിടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഒന്നോർത്തെടുക്കുകയും ദുഃഖവെള്ളിയാഴ്ച മഹാത്ഭുതത്തിൻ്റെ ഒരു ദൈവകരുണ, ഒരു കാട്ടാന പുൽപ്പള്ളിയിലേക്കൊരു പള്ളിയിൽ കർമ്മത്തിനായിട്ട് കടന്നു പോകുന്ന വഴിയിൽ എതിരെ വന്നതും ദൈവം അത്ഭുതകരമായിട്ട് ഉള്ളം കൈയിൽ സംരക്ഷിച്ച് പരിപാലിച്ചതുമൊക്കെ മനസ്സിലിങ്ങനെ മായാതെ മറയാതെ നിൽപ്പുണ്ട്. ജീവിതത്തിൻ്റെ പേജുകളെ പുറകോട്ടൊന്ന് മറിച്ച് നോക്കുമ്പം, പ്രത്യേകിച്ചും കോവിഡിനോടൊക്കെ ബന്ധപ്പെട്ട സമയം മുതൽ രോഗികളായ ഒരുപാട് ഇടങ്ങളിൽ താമസിക്കാനായിട്ട് ഇടവന്നിട്ടും കോവിഡിനെ തൊടാതെ തമ്പുരാൻ പരിപാലിച്ചത്. യുകെയിൽ ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പം ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന 196 പേർക്കും കോവിഡ് ഉണ്ടായിട്ടും അക്കൂട്ടത്തിൽ കോവിഡ് ഇല്ലാത്ത ഒരാളായിട്ടും മാറാൻ ദൈവം നൽകിയ കൃപ ഓർമ്മിക്കുന്നുണ്ട്. ശുശ്രൂഷ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെടുക്കാനാവാത്ത വിധം ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ ഈ നാളുകളിലൂടെ ദൈവം കൊണ്ടു നടക്കുകയും, ഒരിക്കലും യാത്രാവേളയിൽ ഒരു വെയിൽ പോലും ഇങ്ങനെ വല്ലാണ്ട് സങ്കടമായി മാറിയപ്പം ആ യാത്രയിൽ തൃശ്ശൂർ മുതൽ അങ്ങ് പാലാ വരെയുള്ള യാത്രയിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ തണലേകിയ ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനയെ ഓർക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പം അവർക്ക് മേഘത്തണലേകി എന്നൊക്കെ ബൈബിളിൽ വായിക്കണത് അക്ഷരം പ്രതി സത്യമായി കണ്ട ഓർമ്മകളൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഒരുപിടി ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ അനുഭവങ്ങൾ, ട്രെയിൻ കാത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന വഴിയിൽ ബസ് ചുരത്തിലൊന്ന് ബ്ലോക്കായപ്പം 10-20 മിനിറ്റ് ലേറ്റായിട്ടാണ് കോഴിക്കോടിന് എത്തുന്നത്. പക്ഷേ ഇൻ്റർസിറ്റി ട്രെയിൻ നേരത്തെ വന്നിട്ടും ഒന്ന് വൈകിപ്പോകുന്നു. ഞാൻ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഇടപെടലായി തന്നെയാണ് വിശ്വസിക്കുന്നതും കാണുന്നതും ഹൃദയത്തിൽ അനുഭവിക്കുന്നതും. അതുപോലെ തന്നെ ഒരു പള്ളിയിലോട്ട് അതിരാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന വഴിയിൽ ഒരു ചേട്ടൻ തോളത്തൊരു ഗോവണിയും വെച്ചുകൊണ്ട് ഒരു വളവിലിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വഴിയിലോട്ട് ചാടിയപ്പം ഇന്നും എനിക്കെൻ്റെ സാമാന്യ ബുദ്ധിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ദൈവം എങ്ങനെയാണ് പരിക്ക് പറ്റാതെ ആ ചേട്ടനെയും ആ ഗോവണിയെയും വണ്ടിയെയും രക്ഷിച്ചത് എന്ന്. ഈ കാട്ടാന എതിരെ വന്ന അനുഭവത്തിലും സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഭയം തോന്നിയോ എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം നോമ്പുകാലം മുഴുവനും ശുശ്രൂഷയിലായിരുന്നു. ഏറെ ത്യാഗത്തോടെ നോമ്പ് നോക്കി പരിത്യാഗത്തിൻ്റെ പുണ്യപഥങ്ങളിലൂടെ സഞ്ചരിച്ചതിനൊടുവിൽ ഒരു ദുഃഖവെള്ളിയാഴ്ച കർമ്മവഴികളിലേക്ക് കടന്നു പോകുമ്പം ഇത്തരം അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ദൈവം കുറച്ചും കൂടെ വ്യക്തിപരമായിട്ട് ദൈവാനുഭവങ്ങളെ പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ വിചാരം. ഈ നാളുകളിലൊക്കെയും പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ഇടപെടലിനോട് ബന്ധപ്പെട്ട് വായിക്കാൻ പഠിക്കാനിടയായപ്പം ദൈവം പ്രകൃതിയോടും മനുഷ്യരോടും ജീവജാലങ്ങളോടുമൊക്കെ കാണിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള അനുഗ്രഹീതമായ അടുപ്പത്തെക്കുറിച്ച് വായിച്ച് പഠിച്ച് കടന്നു വന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള ആ ഒരു സമരസപ്പെട്ടു പോകുന്ന സൗഹൃദത്തിൻ്റെ അന്തരീക്ഷങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അനുഭവങ്ങളിലൂടെയും പച്ചയായിട്ടുള്ള ദൈവിക ഇടപെടൽ ദൈവം ഇങ്ങനെ കാണിക്കുകയാണ്. ധ്യാനത്തിനൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭാഗ്യം എന്ന് പറയാൻ പാടില്ല. ആന പിടിച്ചില്ല, ഭാഗ്യം. പട്ടി കടിച്ചില്ല, ഭാഗ്യം. വണ്ടി മുട്ടയില്ല, ഭാഗ്യം. അത് ക്രിസ്ത്യാനിയുടെ അടയാളം പോലുമല്ല. ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ജീവജാലങ്ങളോ പ്രകൃതിയിലൊന്നുമോ അപകടപ്പെടുത്തിയില്ല എന്നൊന്ന് പറയണേ എന്ന് ഈ കഴിഞ്ഞ ബുധനാഴ്ച പോലും ധ്യാനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇന്നെനിക്ക് ബോധ്യത്തോടു കൂടിയിട്ട് പറയാൻ പറ്റും, അപകടകാരിയായിട്ട് കടന്നു വരുന്ന ജീവജാലങ്ങൾ പോലും ദൈവത്തിൻ്റെ കരവലയത്തിൽ നാം കാത്തു നിൽക്കുമ്പം നമ്മളെ പരിപാലിക്കും. ചിന്തിക്കാൻ കഴിയാത്ത വിധം ഒരു സാക്ഷ്യമായി ഇത് ഏറ്റുപറയുകയാണ്. അൾത്താര വീതിയിൽ തമ്പുരാന് വേണ്ടി പൗരോഹിത്യം ജീവിക്കുമ്പം, പ്രത്യേകിച്ചും ശുശ്രൂഷയിലായിരിക്കുമ്പം ദൈവപരിപാലന അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം പ്രകടമാണ്. അത് യുഗാന്ത്യം വരെ ആയിരിക്കുകയും ചെയ്യും. ഈ വലിയ ബോധ്യത്തെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഒന്ന് പങ്കുവയ്ക്കാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചേർന്ന് നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നവനും ഒപ്പം നടക്കുന്നവനെ കൃപയോടെ കൊണ്ട് നടക്കുന്നവനും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കാൻ കഴിയുന്നവനും വന്മല പോലത്തെ സഹന സങ്കടാനുഭവങ്ങളെ വളരെ ലളിതമായി നിസ്സാരമായി അത്ഭുതമായി മാറ്റാൻ കഴിയുന്നവനുമാണ് ദൈവം. ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. വിശ്വാസത്തോടെ അത് ഏറ്റുപറയുകയാണ്. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.